മനസ്സിലായല്ലോ? ആദ്യമായിട്ട് ഈ ആൻറ്റിയൊക്കെ ആദ്യമായിട്ട് വരിക, കുഴപ്പമില്ല. ഇനിയും വരുമ്പോൾ അതിന് നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പുറകിരിക്കുന്നവരും ആദ്യമായിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാം. അതൊന്നും ഭാരപ്പെടരുത്. ശേഷിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് തിരുമേശയിൽ സംബന്ധിക്കുന്ന എല്ലാവരും അത് കർക്കശമായി പാലിക്കണം. അതൊരു വിഷയം. എന്നാൽ ഈ വെള്ളയെല്ലാം ധരിച്ച് ഞായറാഴ്ച വന്നിരുന്ന് കൈവീശി ഹല്ലേലൂയ പറഞ്ഞത് കൊണ്ട് കാര്യമല്ല. പൊത്തീഫറിന്റെ ഭാര്യ പാടുമ്പോൾ ആടരുത്. യോസേഫ് പാടിയില്ല. ഏറെ നാളുകൾ കൊണ്ട് ഈ സ്ത്രീ നിർബന്ധിക്കുക, കൽപ്പനാലംഘനത്തിൽ അകപ്പെടുത്താൻ. എന്നാൽ യോസേഫിനെ പറ്റി നിങ്ങൾക്കറിയാം, വാക്യം ഫലപ്രദമായ മുന്തിരിവള്ളിയാണ്. ഒരു ദൈവമൈതൽ ആവശ്യമില്ലാത്ത പാട്ട് കേട്ട് ആടാൻ പോകരുത്. ഈ സ്ത്രീ പറഞ്ഞൊരു പദമുണ്ട്, നിങ്ങൾ ആത്മീയ നിലയിൽ തന്നെ അത് ചിന്തിക്കണം. അവളുടെ ഭർത്താവ് ഇവിടെ ഇല്ല. അങ്ങനെ ഉണ്ട്, ഭർത്താവ് ഇവിടെ ഇല്ല. ഇവള് ഭർത്താവിനെയാ ഭയപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ യോസേഫ് ദൈവത്തെ ഭയപ്പെടുക. പലരും ഭർത്താവിനെയും ഭാര്യയെയും മക്കളെയും സമൂഹത്തെയും സദസ്സുമൊക്കെയാ ഭയപ്പെടുന്നത്. അത് നല്ലതാ, പക്ഷേ നീ ഭയപ്പെടുന്നത് ദൈവത്തെയാ. ദൈവത്തെ ഭയപ്പെടണം. മിണ്ടുന്നില്ലല്ലോ ആരും. അച്ചായൻ വരുന്ന പിന്നെ വിളിക്കാം. നിനക്ക് ദൈവത്തെ യാതൊരു ഭയോ? അച്ചായൻ വന്നു ഉടനെ ഭർത്താവ് മോളി വരുന്ന പിന്നെ ഞാൻ അങ്ങോട്ട് മിസ് കോൾ തരാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഉണ്ടോ ദൈവത്തെ? പിന്നെ വിളിക്ക്, പിള്ളേരുണ്ട്. തെളിവ് തരാം, തെളിവ് തരാം, തെളിവ് തരാം. തർക്കം വല്ലതും ഉണ്ടെങ്കിൽ തെളിവ് തരാമെന്ന്. നീ ഭർത്താവിനെയും ഭാര്യയെയും പിള്ളേരെ ഓർത്തല്ല, ദൈവത്തെ ഭയപ്പെടണം. എല്ലാവരുടെയും ഫോണൊക്കെ ഒന്ന് ഇപ്പം പിന്നെ കടയിൽ കൊടുക്കരുത്, കൊച്ചുങ്ങൾക്കെല്ലാം അറിയാവേ. ദൈവത്തിന് മഹത്വം. ഈ പൊത്തീഫറിന്റെ ഭാര്യ നിരന്തരം നിന്ന് പാടുക. ഒടുവിൽ അവളെ സാഹചര്യങ്ങളാണെങ്കിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, നീ അകത്തേക്ക് വരിക. അവൻ പറഞ്ഞ അതല്ല, യോസേഫ് ദൈവത്തെ ഭയപ്പെടുന്നവൻ. ദാവീദ് പാടിയ ഒരു സങ്കീർത്തനത്തിൽ ഒരു പദമുണ്ട്, നമുക്കെല്ലാം അറിയാം. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. നീ ഭർത്താവ് മുൻപിലില്ലാത്തത് കൊണ്ട് അവൻ പാടിക്കൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഞാനതല്ല, യഹോവ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. നീ യാത്ര ചെയ്യുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും കൂട്ടായിട്ടിരിക്കുമ്പോഴും ദൂരയാത്ര ചെയ്താലും വിദേശ യാത്രയാണെങ്കിലും വിദൂര യാത്രയാണെങ്കിലും ദൈവം നിന്റെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ഭയപ്പെട്ടോണം. വിശ്വസ്തരായി വിശുദ്ധരായി ജീവിക്കുവാൻ എല്ലാവരും സമർപ്പിച്ചോണം. നന്നായി നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. ഞാൻ എപ്പോഴും പറയുന്നതാ, ഒടുവിലെ യോസേഫ് പ്രവൃത്തിക്കകത്ത് ചെന്നപ്പോൾ ഈ സ്ത്രീ കണ്ണ് പതിച്ചെന്ന, അങ്ങനെ കണ്ണ് പതിച്ചെന്ന, ഈ കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. ദൈവമക്കളെല്ലാം പ്രസംഗിക്കുന്ന ഞങ്ങൾക്കൂടുള്ള ദൂത. കണ്ണിന് ഇമ്പമുണ്ടാക്കുന്ന, കൗതുകം തോന്നുന്ന ഒത്തിരി ഒത്തിരി വിഷയങ്ങളായി ഉള്ള ലോകത്തിലാണ് നമ്മളെല്ലാം പാർക്കുന്നത്, ഇല്ലേ? ആശയും അഭിലാഷവും ഈ തൃഷ്ണ ജനിപ്പിക്കുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. ഷഡ്വൈരിയുടെ വിളയാട്ടം ഉണ്ടെന്നാ. ഷഡ്വൈരി, അത് ഹൈന്ദവ സ്നേഹിതന്മാർ പറയുന്നൊരു പദമുണ്ട്, ഷഡ്വൈരി എന്നാ. കാമക്രോധ ലോഭ മോഹ മത മാത്സര്യം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഷഡ്വൈരി. അപ്പൊ ഇതിനെ ജയിക്കണം. അതിനെ ജയിക്കണമെങ്കിൽ സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കൂ. ഞാൻ ജൂഡോ എന്ന് പറഞ്ഞാലൊന്നും ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. ഞാൻ കാലത്ത് പോയിട്ട് ജിമ്മിൽ
ഇങ്ങനെ വെച്ചാലൊന്നും അതിന് ജയിക്കാൻ ഒക്കത്തില്ല. ഞാൻ മിസ്റ്റർ കേരളയാന്ന് പറഞ്ഞാലൊന്നും ഇതിനെ ജയിക്കാൻ ഒക്കത്തില്ല. ഇതിനെ ജയിക്കണമെങ്കിൽ ആത്മശക്തി വേണം. ഇങ്ങനെയുള്ള വിഷയങ്ങളെ ഒരു ദൈവ പൈതൽ പിടിച്ചടക്കണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങി വരുന്ന സകല ചിന്തകളെ, ഉയർച്ചകളെയും വിചാരങ്ങളെയും ദൈവ പൈതൽ പിടിച്ചടക്കണം. ഈ പിടിച്ചടക്കണമെങ്കിൽ സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടേ ഒക്കും. സ്തോത്രം. കൊച്ചുങ്ങളുടെ കയ്യിലെല്ലാം മൊബൈലുണ്ട്. ഇപ്പം പണ്ടൊക്കെ നമ്മൾ മൊബൈൽ കൊടുക്കരുതെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. കൊച്ചുങ്ങൾക്ക് കൊടുക്കരുത്. ഇപ്പം കൊടുക്കാതിരുന്ന കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ അങ്ങനത്തെ ഒരു കാലം. ഷാജ് ഓരോന്നോരോന്ന് ഒപ്പിച്ചോണ്ട് വരിക അല്ലേ. എല്ലാവർക്കും ഇപ്പം മൊബൈലായി. സ്തോത്രം. അങ്ങനത്തെ ഒരു കാലമാണ്. ആട്ടെ, കുഞ്ഞുങ്ങളോട് പറയാനുള്ള സതുപദേശം, പഠിക്കുന്ന കാര്യം മാത്രം അത്യാവശ്യം കാണുക, പഠിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. സ്തോത്രം. വല്ലാത്ത ലോകമാ, വല്ലാത്ത കാലമാ, വളരെ സൂക്ഷിച്ചോണം. പിള്ളേർ പഠിക്കുമ്പം വീട്ടിൽ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ അവരും കൂടെ ഒന്ന് അടുത്തൊക്കെ ഇരിക്കുക. ഇപ്പോൾ ടീച്ചർമാർ സമ്മതിക്കുകയല്ലായിരിക്കും അടുത്തിരിക്കാനല്ലേ. എന്നാ വേണ്ട, നീ അത് പറഞ്ഞൊരാലോക്യം. എന്നാലും വളരെ ശ്രദ്ധിക്കണം. വല്ലാത്ത ദുഷ്ടലോകമാണ്. അപ്പനും അമ്മയും അങ്ങനെ ശ്രദ്ധിക്കാൻ, അവർക്ക് വേറെ വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് അവർ നോക്കുന്നുണ്ട് അവൻ ഇങ്ങോട്ട് കാണുന്നുണ്ടോ എന്ന്. പിന്നെ അവൻ വന്നപ്പോൾ 23-ാം സങ്കീർത്തനം എടുത്ത് യഹോവ എൻ്റെ അതുവരെ എന്നാ ആയിരുന്നു. സ്തോത്രം. ഒരു ദൈവ പൈതൽ ഇതിനെ എല്ലാം ജയിക്കണം. അത് സ്വയശക്തി കൊണ്ടൊക്കത്തില്ല, ആത്മശക്തി കൊണ്ടൊക്കും. അതുപോലെ ഞാൻ എപ്പോഴും പറയാം, ആത്മസംയമനം വേണം. ആത്മസംയമനം അത് അത്യാവശ്യമാണ് ദൈവമക്കൾക്ക്. ആത്മസംയമനം നന്നായിട്ട് വേണം. അത് സ്വയശക്തി കൊണ്ട് ലഭിക്കത്തില്ല, ആത്മശക്തി കൊണ്ടാണ്. ഇങ്ങനെയുള്ള മോഹങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷം ഇതിനെ പിടിച്ചടക്കണം. സ്തോത്രം. ഞാൻ മിക്കപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, ഒന്നുകൂടെ അങ്ങ് പറയാം. കെ.എസ്. ജോൺ പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ വല്യപ്പൻ കൊച്ചുകുഞ്ഞുപദേശിയുടെ കൂടെ നടന്ന മാന്യ ദേഹമാണ്. അപ്പോൾ കൊച്ചുകുഞ്ഞുപദേശിയെ പറ്റി കേട്ടിരിക്കുന്നതിൽ ഒരു കാര്യം നിങ്ങൾക്കറിവുള്ളതാ, അദ്ദേഹം ഒരു മാസം 19 നേരമേ ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നെന്ന്. ഒരു മാസം 30 ദിവസമുള്ളതിൽ 19 നേരമേ ഭക്ഷണം കഴിക്കൂ. 19 ദിവസമല്ല, 19 നേരം. പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. ആ 19 നേരത്തിൽ നിങ്ങൾ ചിന്തിക്കും അതിൻ്റെ എല്ലാം കേട് തീർത്തായിരിക്കും. അല്ല, ഒരു ഉരുള ചോറ്, കണ്ടമാനം നിർബന്ധിച്ചാൽ 2 ഉരുള. ഇത് കേട്ടോണ്ട് ഇന്നിവിടെ ഭക്ഷണം കഴിക്കാതെ ഓടരുത്. ഞാനും ഇനി കൊച്ചുകുഞ്ഞുപദേശിയെ പോലെ. അതിനല്ല ഈ പറഞ്ഞത്. മാരാമണ്ണ് മണക്ക് ഒരു ധനാഢ്യൻ്റെ വീട്ടിൽ യോഗം കഴിഞ്ഞപ്പോൾ അവർ ഭക്ഷണം ഒരുക്കി. വിഭവസമൃദ്ധമായ ഭക്ഷണം തീന്മേശയിൽ, അവരുടെ നിലയനുസരിച്ച്. ഉപദേശി ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് കയ്യും കാലും എല്ലാം കഴുകി മുഖമൊക്കെ കഴുകി ചെന്നിരുന്നപ്പോൾ സന്തത സഹചാരികളുമുണ്ട്. തീന്മേശ ഭക്ഷണമെല്ലാം മൂടി വെച്ചിരിക്കുക. മാരാമണ്ണ് മണക്കൊരു ധനാഢ്യൻ്റെ വീട്ടിലാണ്. അപ്പോൾ കൂടെ നിന്ന തോഴ്മക്കാർ ഈ പാത്രമെല്ലാം മൂടി മാറ്റി. ഉപദേശി ഇരിക്കുക, മൂടി മാറ്റിയപ്പോൾ നല്ല കളറും നല്ല ആവിയും നല്ല സ്മെല്ല്. അന്നത്തെ അമ്മമാരല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നത്, എല്ലാം ഈ മോർച്ചറി വെച്ചതല്ലല്ലോ. ഇപ്പോഴെല്ലാം എത്ര മാസമായതാണ് നമുക്ക്. നല്ല പാസ്റ്ററെ, നല്ല എല്ലാം എത്രയോ നാളാ ഈ ചിക്കനൊക്കെ. ഇപ്പം പിന്നെ നമ്മളിവിടെ നിന്ന് മേടിക്കുന്നത് അമേരിക്കയിലും ഗൾഫിലും ഒക്കെ ഉള്ളതൊക്കെ എത്രയോ നാൾ കഴിഞ്ഞതാണ്. ഇവിടെ ഇപ്പം അങ്ങനെ ആയി. അന്നൊക്കെ അമ്മമാർ അന്നാരാ ഈ ഉരലിട്ടാ ഇടിക്കുന്ന, കല്ലേ വെച്ച് അരയ്ക്കുന്നു. അതുകൊണ്ട് അന്നത്തെ അമ്മമാർക്ക് വലിയ ദീനോ ഇല്ലായിരുന്നു. ഇപ്പം എല്ലാത്തിനും അനങ്ങാൻ പോലും മേല. സ്തോത്രം. ഉരൽ തള്ളി കിണറ്റിയിട്ട് ഈ ഉരലിരിക്കുന്നതാ ഈ നാശം ഈ വീട്ടിൽ. പിള്ളക്കലെടുത്ത് വഴി ഇങ്ങോട്ട് വാടാ, ഈ പിള്ളക്കലെടുത്തോണ്ട് പൊക്കോളാൻ പറഞ്ഞു. അവനതുമായിട്ട് എല്ലാം. അതുകൊണ്ട് ദീനമാ കൂടുതലും. ജോലി ചെയ്യുന്നില്ലല്ലോ, മിക്കവരും ജോലി ചെയ്യുന്നില്ല. ഈ ജോലി ചെയ്യാതിരിക്കും തോറും ദീനം കൂടുക.
സ്തോത്രം. അപ്പം അന്നത്തെ അമ്മമാർ അന്നേരം എല്ലാം ഭക്ഷണം. അപ്പം ഇത് എല്ലാം വിഭവസമൃദ്ധമായ ഭക്ഷണം, ഇറച്ചിയും മീനും ഓലനും കാളനും എരിശ്ശേരിയും പുളിശ്ശേരിയും എല്ലാം ഇല്ല. പിന്നെ മണവും ഒക്കെ അങ്ങോട്ട് വന്നപ്പം ഉപദേശി ഇത് കണ്ട് ആസ്വദിച്ചു. അപ്പം ആസ്വദിച്ചുടനെ പുള്ളി പ്രതിഷ്ഠാജീവിതം ഉള്ള ആളാണ്, അദ്ദേഹത്തിൻ്റെ പ്രതിഷ്ഠ ദൈവത്തോടാണ്. അപ്പം ആസ്വദിച്ച് ജഡം, ഇത് മാംസമല്ലേ, ഇത് കണ്ട് ത്രസിച്ചു. അപ്പോൾ ഉടനെ ഉപദേശി തന്നോട് തന്നെ പറഞ്ഞെന്നാ, കൊച്ചുകുഞ്ഞ് അവിടെ ഇരിക്കാൻ, അവിടെ ഇത് കണ്ട് നീ അങ്ങനെ ഇളകണ്ടെന്ന്, അവിടെ ഇരിക്കാൻ. എന്നിട്ട് നടന്ന സംഭവം, ഒരല്പം പറ്റെടുത്ത് പ്ലേറ്റിലിട്ട് അതിൽ നിന്ന് ഒരു അച്ചാറെടുത്ത് ഇട്ട് അല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഞെരടി. നിങ്ങൾക്കിത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം, അയാളുടെ അഹങ്കാരമല്ലേ അതാ. വീട്ടുകാരത്ര കാര്യമായിട്ടെല്ലാം കൊണ്ട് അയാളൊരു ആത്മീയം കയറി, അതൊക്കെ പറയും. മറുവശം അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമില്ലേ. ഒരുത്തൻ ചോദിക്കുക, എടാ പറ്റതല്ലേ ഇല്ലേടാ തല്ലാവോ. വേറൊരുത്തൻ പറയും, നേരത്തെ എന്നാടാ കഴിഞ്ഞ ആഴ്ച അടിക്കേണ്ടതായിരുന്നു ഈ തള്ളേ. എല്ലാത്തിനും രണ്ട് അഭിപ്രായക്കാരുണ്ട്. അപ്പം അദ്ദേഹം ഒരല്പം പറ്റ് ആ വെള്ളവും കുടിച്ച് പറ്റും കഴിച്ചേച്ച് എഴുന്നേറ്റ് സ്തോത്രം പറഞ്ഞങ്ങ് പോയി. അതാ ഇതിനെയൊക്കെ ജയിക്കുന്ന ആളായിരുന്നു. നമ്മളായിരുന്നല്ലോ, ഞാനോ നിങ്ങളിൽ പലരായിരുന്നെങ്കിൽ കർത്താവ് ലഭിച്ച ഭക്ഷണത്തിനെല്ലാം സ്തോത്രം. വേണേ ഒന്ന് കണ്ണൊന്നും കൂടെ തുറന്നു നോക്കും. സ്തോത്രം 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 സ്തോത്രം. ശുശ്രൂഷിച്ച കരങ്ങളെയും മുഖാന്തരങ്ങളെയും അനുഗ്രഹിക്കണം. ദൈവമേ, ഇത് മുഴുവൻ ഭക്ഷിച്ച് ബലപ്പെടുവാൻ നമ്മുടെ പ്രതിഷ്ഠയാണ്. നമ്മളെ കണ്ടാലും അറിയാവില്ല പ്രതിഷ്ഠയാന്ന്. എന്നാൽ അവരൊക്കെ അതുപോലെ പ്രതിഷ്ഠയാണ്, ഇതിനെയൊക്കെ ജയിച്ചടക്കിയവരാ. സൈമൺ സാറിനെ പറ്റി കേട്ടിരിക്കുന്നത് പൈസ കൈകൊണ്ട് തൊടുകയില്ലായിരുന്നെന്ന്. അന്നൊക്കെ ചക്രവും കാശുമൊക്കെയാണ്, കൈകൊണ്ട് എടുക്കുകയില്ല, ശിഷ്യന്മാരാണ് മേടിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുമ്പം അവർ കൊടുക്കും വണ്ടിക്കൂലി. സാറ് തൊടുകയല്ലെന്ന് ശിഷ്യന്മാർ മേടിക്കും. അവരത് കൊണ്ട് സാറിൻ്റെ ഭാര്യയുണ്ട് ഐരൂരമ്മ, അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കുമെന്നൊക്കെ അവരാ. സാറ് തന്ന് ശ്രദ്ധിക്കുക. പുള്ളി ഇങ്ങനെ വചനവും പാട്ടും ഇതൊക്കെയാണ് പുള്ളിയുടെ വിഷയം. ഇതെന്നാന്ന് പുള്ളി ശ്രദ്ധിക്കത്തില്ല. അദ്ദേഹം ഭൂമുഖത്തിരിക്കുമ്പോൾ ഒരു മാന്യനായ വ്യക്തി കൊണ്ടുവന്ന ഒരു കിഴിക്കെട്ട് പണം, ഒരു കിഴിയുണ്ട്, ഒരു കിഴി പണം കൊണ്ടു കൊടുത്തു. സാർ ആ കസേര ഇരുന്നുകൊണ്ട് തന്നെ പറഞ്ഞു, അറിയാച്ചാ അണ്ട് അങ്ങോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. അന്ന് ഭിത്തിയുടെ ഇറയത്ത് അവിടോട്ട് വെച്ചേക്ക്. പുള്ളിക്ക് എഴുന്നേറ്റ് ഏതോ വിഷയം ചിന്തിച്ചിരിക്കുക, അങ്ങോട്ട് വെക്കാൻ പറഞ്ഞു. സംസാരിച്ച് ബിരുദം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുമ്പോൾ വേറൊരാൾ കയറി വന്നു, ഒരു സാധുവായ മനുഷ്യൻ. എന്താണെന്ന് ചോദിച്ചു കസേര ഇരുന്ന്. അപ്പോൾ പറഞ്ഞു, എൻ്റെ മോടെ കല്യാണമാണ്, എന്തെങ്കിലും സഹായം. പുള്ളി പറഞ്ഞാണ്ട് അതെടുത്തുകൊണ്ട് പൊക്കോളാൻ. എങ്ങനുണ്ട്? അതെത്രയാണെന്നോ എന്താണെന്നോ നിങ്ങൾ വിശ്വസിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണോ അതോ സ്തംഭിച്ചിരുന്നതാണോ? ചുമ്മാ അയാൾ കള്ളം വരുന്നു പറയുന്നു. മനസ്സിലായോ? പിന്നീട് അറിഞ്ഞു സാറിന് വേണ്ടി കൊടുത്തൊരു നല്ല തുകയായിരുന്നു അന്നത്തെ കാലത്ത്. അത് കൊടുത്ത പുള്ളി നോക്കി നിൽക്കുമ്പോഴാണ് ഇത് സംഭവിച്ചത്. അദ്ദേഹം പിന്നീട് സാക്ഷ്യം പറഞ്ഞു. അങ്ങനത്തെ ഭക്തന്മാരാ. നമുക്കിത് പറയാൻ പോലും യോഗ്യത നമ്മളായിരുന്നില്ല. താൻ ഇപ്പോഴാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ആ പെണ്ണിനെ കെട്ടിച്ച് പെണ്ണ് ഇന്നാന്നോ പെണ്ണുണ്ടായത്? പെണ്ണിന് എന്തോ പ്രായമുണ്ട്? 26 വയസ്സ്. 26 വയസ്സുമായിട്ട് തനിക്ക് 1 രൂപ പോലും ഉണ്ടാക്കാൻ കൊള്ളാം. ഞാനിപ്പം മൈക്കും ഇതായതുകൊണ്ട് നിങ്ങളായിരുന്നു ഇതിനപ്പുറം പറഞ്ഞേനും. സ്തോത്രം. അവരൊക്കെ ഭക്തന്മാരാ, കൊച്ചുചെറുവശയൊക്കെ ഭക്തന്മാരാ. അതുകൊണ്ടല്ല ഞാൻ എപ്പോഴും പറയും, കേരളത്തിലെ ഈ ക്രൈസ്തവരുടെ പട്ടിക എഴുതുന്ന കൂട്ടത്തിൽ മിടുക്കന്മാരുടെ എല്ലാം പേരുണ്ട്. ആ കൂട്ടത്തിൽ കൊച്ചുകുഞ്ഞിൻ്റെ പേരില്ല. മിടുക്കന്മാരുടെ കൂട്ടത്തിൽ കൊച്ചുകുഞ്ഞിൻ്റെ പേര് ഇല്ല. സ്വർണ്ണനാവ്, അഗ്നിനാവ്, തീനാവ്, പിന്നെ വിടുതലിന് ശുശ്രൂഷ, അഗ്നിമഴ, കൽമഴ, പെരുമഴ, ഫയർ പവർ, ലോകപ്രശസ്ത പ്രവാചകൻ, ഓരോരുത്തർ ലിസ്റ്റുണ്ടല്ലോ. അപ്പോസ്തോലൻ. ഈ പട്ടികയിലൊന്നും കൊച്ചുകുഞ്ഞിൻ്റെ പേരില്ല, വെക്കാനും ഒക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നതാ. എന്നാൽ കേരളത്തിലാരേലും
കേരളത്തിലെ ഭക്തന്മാരുടെ ലിസ്റ്റ് ഒന്ന് എഴുതുകയാണെങ്കിൽ ആദ്യം ഓർമ്മയിൽ വന്ന് എഴുതേണ്ട പേര് മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞെന്ന് എഴുതണം. എഴുതിയേ ഒക്കൂ. മിടുക്കന്മാരുടെ ലിസ്റ്റിലൊന്നും കൊച്ചുകുഞ്ഞിൻ്റെ പേര് ഇല്ല, വെക്കാനൊക്കെ അതിന് മിടുക്കനല്ല. പക്ഷേ ഭക്തന്മാരുടെ ലിസ്റ്റ് ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ ആദ്യം എഴുതണം. അല്ല, കൊച്ചുകുഞ്ഞിൻ്റെ ആഗ്രഹവും അതായിരുന്നല്ലോ. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, ലോകം തരുന്ന സുഖം എനിക്കു വേണ്ട, കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. ആ ലോകം തരുന്ന സുഖം എനിക്കു വേണ്ട, കേമന്മാർ ലിസ്റ്റിൽ പേരും വേണ്ട. ആ ലോകം തരുന്ന സുഖം എനിക്കു വേണ്ട, കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. അതേ സമയം പോയല്ലോ. തൻ്റെ ആഗ്രഹം അതായിരുന്നു, ലോകം തരുന്ന സുഖം എനിക്ക് വേണ്ട, കേമന്മാരുടെ ലിസ്റ്റിലൊന്നും എൻ്റെ, എന്ന ഭക്തന്മാരുടെ ലിസ്റ്റിൽ ആ പേരുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങളെ ജയിക്കണം. സൈമൺ സാറിൻ്റെ ആഗ്രഹവും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹവും, ഇവരെല്ലാം കട്ടക്കട്ട ആൾക്കാരാ, അദ്ദേഹം ഒരു പാട്ടിൻ്റെ വരി എഴുതി. നമ്മുടെ ഈ ഹെബ്രോൻ ചർച്ചിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പാട്ടിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കാര്യവും ഞാൻ നിങ്ങളോട് ചിലപ്പോൾ സൂചിപ്പിക്കാറുണ്ട്. ഈ പ്രസംഗിച്ചൊക്കാതെ വരുമ്പോൾ പാട്ടാണ് പാടുന്നത്, അന്നേരം അത് കൃത്യം വെക്കും. ഞങ്ങൾ വാക്യം മറന്നു പോവുമോ, ഓർമ്മ വരാതിരിക്കോ, ചെറിയ ക്ഷീണമെന്ന് കാണുമ്പോൾ ഒരു പാട്ട് അവിടോട്ട് വെക്കും, ഒത്തു. അപ്പം അങ്ങനായി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നേ. പിന്നെ ഇവിടെ വരുന്നവർക്ക് പഴയ പാട്ടൊക്കെ പഠിക്കാം. സ്തോത്രം. താല്പര്യമുള്ളവർക്ക്, ഇപ്പോഴും അറിയാത്തവരൊക്കെ ഇരിപ്പുണ്ട്. ചുമ്മാ 25 കൊല്ലം കഴിഞ്ഞ് ഇതിനകത്ത് കയറി പാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ആകെ 4 പാട്ടുമായിട്ട് നെടുക നടക്കുക. പഠിക്കണമെന്നും താല്പര്യമില്ല, പഠിക്കാനും താല്പര്യമില്ല, പാടത്തുമില്ല. അന്നേരം ഉഴപ്പി തല്ലി നിൽക്കും. ഇല്ല, രാമൻ കാക്ക പാടത്തിൻ്റെ ഇരിക്കും പോലെ. അന്ന് ആ പുസ്തകം എടുത്തുകൊണ്ട് പോയി പാടുകയോ പഠിക്കുകയോ. അപ്പോൾ സൈമൺ സാറും തൻ്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു. സാറും ഒരു വരി കൊച്ചുകുഞ്ഞ് ഇതെഴുതിയപ്പോൾ സാറും എഴുതി, നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിൽ ആശദാസന്. നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ, ഇല്ലിവയിൽ വല്ലഭതിരുമേനിയെങ്കിലും ഏതുമാകിൽ വല്ലഭതിരു ഏതുമാകിലും തെല്ലുമല്ലുള്ളിൽ കില്ലൊഴിഞ്ഞുരജയിടാമിമോ. തെല്ലു അല്ലല്ലുള്ളിൽ ലൊഴിഞ്ഞുരജയിടാമിമോ. എന്ന വിടെ വന്നു ചേരി ഞാൻ മമകാന്ത നിന്നെ വന്നു കണ്ടു വാഞ്ചതീരുവാ. നല്ല വസ്ത്രം, നല്ല ശയ്യകൾ, സുഖസാധനങ്ങൾ. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. അപ്പൊ ശ്രദ്ധിക്കുക, സാറിന്റെ ആഗ്രഹം അങ്ങനെ ആയിരുന്നു. അപ്പൊ ഇവരെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളെ ജയിച്ചവരാ. ഓടിച്ചവസാനിപ്പിക്കട്ടെ. സർപ്പം പാടി, ഹൗവ ആടി, പരുവക്കേടായി. മിസ്സിസ് പൊത്തിപ്പർ പാടി, യോസേ പാടിയില്ല. അതുകൊണ്ട് ആ പറവോ നല്ല സാക്ഷ്യം പറഞ്ഞു, നിന്നെ പോലെ ഞാനും വിവേകവും ഉള്ള ഒറ്റ ഒരുത്തന് വിടില്ല. ദൈവാത്മാവുള്ള ഈ ഒരു മനുഷ്യനെ പോലെ വേറൊരുത്തനെ കണ്ടുകിട്ടുമോ? ദൈവമക്കൾ വളരെ സൂക്ഷിക്കണം. ആവശ്യമില്ലാത്തതിനൊന്നും ആടരുത്, കേൾക്കരുത്. കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. അവൾ കണ്ണ് പതിച്ചെന്നാ, കണ്ണുമായിട്ട് നിയമം ചെയ്തോണം. ആവശ്യമില്ലാത്ത കാണരുത്, നോക്കരുത്. നമ്മൾ പിന്നെ യാത്രയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് കാണും, കണ്ടങ്ങ് മാറിയേക്കണം. അവിടെ നിന്നങ്ങനെ നോക്കരുത്. മൊബൈലിൻ്റെ കാര്യമല്ലയോ, തട്ടി വിട്ടപ്പം ഇങ്ങനെ ഉടനെ അവിടെ നിൽക്കരുത്, അങ്ങ് വിട്ടേക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് പണ്ട് ഞങ്ങൾക്കെല്ലാം ആവശ്യമാണ് പാസ്റ്ററെ. സ്തോത്രം. വളരെ സൂക്ഷിച്ചോണം. ഒരു കാര്യമോടെ പറഞ്ഞ് ഇന്നങ്ങ് പ്രസംഗം നിർത്താം, ബാക്കി അടുത്ത ആഴ്ച. ദൈവത്തിന് മകത് നമുക്ക് പരിചിതമായ വേദഭാഗമാണ്.
അടുത്തത് ദലീല പാടി, സാംസൺ ആടി. ഒന്ന് വായിച്ചേ നിങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ വായിച്ചോ മൈക്ക് കൂടെ വായിക്കും. അതിനുശേഷം അവൻ സോരക് താഴ്വരയിൽ ദലീല എന്ന് പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് അവളോട് 16:23 മുതൽ വായിച്ചു. എല്ലാം വായിക്കാൻ നേരമില്ലല്ലോ. അനന്തരം ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 4 വായിച്ചേ, 5-ാം വാക്യം മുതൽ വായിച്ചേ. ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അത് തന്നെയാ. അവളുടെ അടുക്കൽ വന്ന് അവളോട് നീ അവനെ വശീകരിച്ച് അവന്റെ മഹാശക്തി ഏതിൽ നിന്നും ഞങ്ങൾ അവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്നും അറിഞ്ഞുകൊള്ളുക. നീ കാര്യം അറിയണം. ഇവളെ ചട്ടം കെട്ടുക ദലീലെ. സ്തോത്രം. ഒരുമാതിരിപ്പെട്ട കേസുകളെല്ലാം നടക്കണമെങ്കിൽ പെണ്ണുങ്ങൾ മതി. മിണ്ടുകയല്ല, ഞാൻ വിവരിക്കുന്നില്ല. നിങ്ങൾ ആകെ സ്തോത്രം പറയുന്നതും വാക്യം വായിക്കുന്നതും ആവുത്തങ്ങളാണ്. അപ്പം പിന്നെ ആ വഴി ഞാൻ അടയ്ക്കുന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരെ കൊണ്ട് നടക്കാത്ത കഴിയാത്ത പല കാര്യങ്ങളും സ്ത്രീകളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, മനുഷ്യരും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഒരു തള്ളയല്ലയോ പിള്ളക്കല്ലെടുത്തിട്ട് ഒരുത്തനങ്ങ് ജോഡി വായിച്ചിട്ടില്ലേ? അതാ സ്തോത്രം. അവളെ ഒരു പിള്ളക്കല്ലെടുത്ത് അവൻ ടീം കണ്ടോ. വേറൊരു തള്ളയാണ് 2 പേരെ കിണറ്റിനകത്ത് ഒളിപ്പിച്ചു. കണ്ടോ പെണ്ണുങ്ങൾ ചെയ്യുന്ന കാട്ടായം. കിണറ്റിനകത്ത് ഓടി വന്നാൽ പറഞ്ഞ് ഇങ്ങോട്ടിറങ്ങടാന്ന് പറഞ്ഞ് അമ്മാമ്മ ഗോതമ്പിൻ്റെ തരി ചെക്കിക്കൊണ്ട് നിൽക്കുക, നെല്ല് ചെക്കുക. അവിടെ ഗോതമ്പെന്നാ അമ്മമാർ ഓടി വന്ന വെച്ച് അമ്മാമ്മ പുറകെ ആൾ വരുന്നു, ഇങ്ങോട്ടിറങ്ങടാന്ന് പറഞ്ഞ് കിണറ്റിലോട്ടിറങ്ങി. എന്നിട്ട് ഒരു മൂടുശീല കൊണ്ടുവന്ന് കിണറ്റിൻ്റെ മേളിൽ അങ്ങ് മൂടി. എന്നുവെച്ചാൽ അവിടെ കിടന്ന ഗോതമ്പെടുത്ത് അങ്ങോട്ടിട്ട് അമ്മാമ്മ തന്നെ ഇത് ചിക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ വിശാലൻ്റെ ആൾക്കാരെന്ന് അല്ലേ അമ്മാമ്മേ ഇതിലെ 2 പേര് പോയി. എങ്ങോട്ടാണ് പോയത്? അവരാണ്ട വളവ് അവിടെ വളവെന്നല്ല നീർത്തോടെന്നാണ്. ഇവിടെയാണ്ട വളവ് തിരിഞ്ഞെന്ന്. അപ്പോൾ ഇമാർ കണ്ടിട്ട് നല്ല ബുദ്ധിയുള്ള അമ്മാമ്മ ഉണ്ട്. സ്ത്രീകളെ കൊണ്ട് കാര്യം നടത്തുന്ന കണ്ടോ. നമ്മൾ വല്ലവരും ആയിരുന്നല്ലോ. നമ്മളെ കൊണ്ടൊക്കത്തില്ല. നമ്മളെ കൊണ്ടൊക്കാത്ത കാര്യം അവരെ കൊണ്ട്. നിങ്ങളൊരു സ്തോത്രം പറ. പുരുഷന്മാരെ കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളും ദൈവവും മനുഷ്യരുമൊക്കെ സ്ത്രീകളെ കൊണ്ട് നിങ്ങൾക്ക് വിശേഷതയുണ്ട്. സമ്മതിക്കുകയല്ല. ഞങ്ങളുടെ വിചാരമൊന്നും പറയാതിരിക്കുന്നതാ. അതായിരിക്കും നിങ്ങളുടെ ഇപ്പോൾ ചിന്ത. വിശേഷതയുണ്ട്. അവസാനം അവരങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ അമ്മ പറഞ്ഞു കയറാൻ പറഞ്ഞു. പൊക്കോളം പറഞ്ഞു. നാബാലിൻ്റെ അടുക്കൽ ദാവീദ് വിട്ട് ആൾക്കാർ വന്നപ്പോൾ ആട്ടി പുറത്താക്കി. ആ സഹോദരി വിവേകമുള്ള സ്ത്രീയാ. പെട്ടെന്ന് കടുതയ്ക്ക് കോപ്പിട്ട് ഭക്ഷണ സാധനമെല്ലാം എടുത്ത് നേരെ ഷോർട്ട് കട്ട് ഇറങ്ങി വന്നു. സൂക്ഷം ദാവീദ് അതില്ലേ കണ്ടോ. എന്നിട്ടും അംഗീകരിക്കില്ല. 3 തെളിവിപ്പം ഞാൻ തന്നു. സമയം പോവുക. നിങ്ങൾ അംഗീകരിക്കാന്നേ ഇപ്പം നിർത്താം. അംഗീകരിച്ചെന്നാൽ മതി. സ്തോത്രം. അപ്പൊ ഇവിടെ ദലീലയെ ചട്ടം കെട്ടി. നീ എന്ന് അവനെ വശീകരിക്കണം. ഇവക്കറിയാം, പണ്ടൊക്കെ പുരാണ കഥകളുണ്ടല്ലോ. നൃത്തം ചെയ്ത് വന്നപ്പം സ്വാമിയുടെ പ്രതിഷ്ഠയും പോയി. സ്വാമി കണ്ണും തള്ളി. പെണ്ണുങ്ങൾ അവിടുന്ന് ഇറങ്ങി ദിന്തരികട ധൂപം വെച്ച് ഇങ്ങോട്ട് വന്നപ്പം ധ്യാനിച്ചുകൊണ്ടിരുന്ന പുള്ളി പയ്യെ മാലക്കണ്ണിട്ട് തുടർന്നപ്പം ഞാൻ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ഇപ്പം പോകുന്നില്ല. ഈ ദലീലയെ വശീകരിച്ച് നീ വശീകരിക്കണം. എന്തുവാ വശീകരിക്കണ്ടേ? അവന്റെ ശക്തി ഏതിലാന്ന് പിടികിട്ടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അവന്റെ അഭിഷേകത്തെ തകർക്കണം, അവന്റെ കൃപയെ നശിപ്പിക്കണം, അവന്റെ ആത്മവീര്യത്തെ തകർത്ത് കളയണം. പലരും ഈ വിധത്തിൽ അവൻ പാടുവാൻ അടുത്തു വരുമ്പോൾ കൃപയുള്ള ദൈവവൈതൽ സമയങ്ങളെ, ഭേദാഭേദങ്ങളെ, വ്യക്തികളെ വിവേചിച്ച് അതിൻ്റെ മേൽ ജയമെടുക്കണം. എപ്പോഴും പാടുന്ന പാട്ടാ. ഒരു വരി പാടി അങ്ങ് നിർത്താം. സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ, ദലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ. സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ,
ഗലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ? സ്വപ്നങ്ങൾ കണ്ടു നീ വേനൽ മയക്കത്തിലോ? കിളിവാതിൽ കണ്ണീ ഗാഢനിദ്രയിലോ? ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. ഉറങ്ങാതെ ഇനിയും നീ ഉണരുക മനമേ, മണവാളൻ വരവിനു സമയമായി. സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? ഗലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ? സിയോൻ സഞ്ചാരി നീ ഉറങ്ങുകയോ? ഗലീലയിൻ മടിയിൽ നീ മയങ്ങുകയോ? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ജോസഫ് പാസ് പ്രാർത്ഥിച്ച ഇന്നത്തെ സഭായികം നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ ശേഷമുള്ള ഭാഗം അടുത്തയാഴ്ച ചിന്തിക്കാം. പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീസസ്, ഹല്ലേലൂയ. മഹാപരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്തൃപകൽക്കാരനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച്, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി, ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവന്ന കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു.